വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവർ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ റുഷ്ദയുടെ വിചിത്ര സ്വഭാവം കണ്ടാണ് ഉമ്മ ഹസീന ഭർത്താവിനോട് വളരെ ഭയത്തോടു കൂടി ചില കാര്യങ്ങൾ പങ്കുവച്ചത്. നമ്മുടെ മോള് വിശുദ്ധ ഖുർആന് കാണുമ്പോൾ ആകെ പതറിപ്പോവാണ്. വിശുദ്ധ ഖുർആൻ പലപ്പോഴും ആരും കാണാതെ വലിച്ച് കീറുക, അതോടൊപ്പം ഖുർആൻ്റെ പേജുകൾ എടുത്തിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ ചാരം ഈ മറ്റേ ബേസിനിൽ കൊണ്ടുപോയിട്ട് ഒഴുക്കുക. ഇങ്ങനെ വിചിത്രമായ ചില സ്വഭാവ രീതികൾ മകൾ കണ്ടപ്പോൾ ഹസീന നേരെ അത് ഭർത്താവിനോട് പറഞ്ഞു. ഇവർ സൗദിയിലായിരുന്നു കുറേ കാലം, ഇപ്പോൾ നാട്ടിൽ സെറ്റിലായിട്ട് ജീവിക്കുകയാണ്. നല്ലൊരു ബിസിനസ്സുകാരനാണ് ഈ ഹസീനയുടെ ഭർത്താവ്. അപ്പോൾ മകൾക്ക് എന്താണ് ഇങ്ങനെ ഒരു വിചിത്രമായ ഒരു സ്വഭാവം എന്നുള്ളതാണ് ഇവർക്ക് മനസ്സിലാവാതെ പോയത്. ഉമ്മ നന്നായിട്ട് ഖുർആൻ ഓതുന്ന നല്ല ഭക്തയായൊരു ഉമ്മയാണ്. അവരെപ്പോഴൊക്കെ ഖുർആൻ ഓതുന്നുണ്ടോ അപ്പോൾ ഇവിടെ അങ്ങോട്ട് ചൂടാവാൻ തുടങ്ങും. എന്തെങ്കിലും കാര്യം പറഞ്ഞ് ദേഷ്യം പിടിക്കുക. പിന്നെ ഇവിടെ ഖുർആൻ മുഴുവനും വലിച്ചു കയറുന്ന രീതിയിലേക്ക് വിശുദ്ധ ഖുർആന് കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. ഇത്തരമൊരു രീതിയിലേക്ക് ഈ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന റുഷ്ദ എത്തി. മദ്രസയിലൊക്കെ നന്നായിട്ട് പഠിച്ച, നന്നായിട്ട് മതപരമായിട്ട് അറിവുള്ള, നന്നായിട്ട് ഖുർആൻ ഓതുന്ന പെൺകുട്ടിയാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ സ്വഭാവം വളരെ വിചിത്രമാണ്. അങ്ങനെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടേ ഇതെന്തുകൊണ്ടാണ് മകളിങ്ങനെ പെരുമാറുന്ന അറിയാൻ വേണ്ടി, നിങ്ങളുടെ മോളുടെ മേത്തൊരു ജിന്ന് കൂടിയതാണ്, ഒരു കാഫിറായ ജിന്നാണ്. അതുകൊണ്ട് തന്നെ മകൾക്ക് വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഹദീസ് ഇങ്ങനെ നല്ലതൊന്നും ഒരിക്കലും പിടിക്കൂല എന്ന് പറഞ്ഞു. പക്ഷേ വേറെ വീട്ടിൽ ഒരുപാട് ഇസ്ലാമിക് ചരിത്ര പുസ്തകങ്ങളുണ്ട്, അതിമേലൊന്നും പ്രശ്നമില്ല. വിശുദ്ധ ഖുർആനും കണ്ട് കാണുമ്പോൾ ഇതിനിങ്ങനെ കിടന്നിങ്ങനെ ചാടി കളിക്കുക, അല്ലെങ്കിൽ ഉമ്മാരുടെ മേത്ത് ഇങ്ങനെ ദേഷ്യം പിടിച്ച് ഉമ്മാരുടെ മേത്ത് കുരച്ച് ചാടുക. വിശുദ്ധ ഖുർആൻ പറ്റുന്നുണ്ടെങ്കിൽ എടുത്ത് കടിച്ച് കീറുക. 2-3 തവണ ഈ വിശുദ്ധ ഖുർആൻ്റെ വിശുദ്ധമായ പേജുകൾ എടുത്ത് കത്തിക്കണത് കണ്ടപ്പോൾ ഉമ്മ ഹസീനക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. നല്ല ചൂലും കെട്ടെടുത്തിട്ട് നല്ല പെട കൊടുത്താൽ ഈ പെണ്ണ് തളർന്ന് വീഴും. ഇതാ പ്രശ്നം. പ്രതികരിച്ചാൽ തളർന്നു വീഴും. അതോടൊപ്പം തന്നെ വീട്ടിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഈ ഷെൽഫിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് എറിഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവരുടെ ഉപ്പാക്ക് നാട്ടിലൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഗൾഫിലും സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇപ്പോൾ നാട്ടിലാണ് വാപ്പ കാര്യങ്ങൾ നോക്കുന്നത്. മൂത്ത മോൻ ഇപ്പോൾ ഗൾഫിലാണ്. ഇവർക്കൊരു ഈ മൂത്ത മോനുണ്ടായിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഈ മോളുണ്ടായിട്ടുള്ളത്. രണ്ടാമത്തെ മോളൊക്കെ ഉണ്ടായിട്ടൊരു 5-6 വയസ്സാകുമ്പോഴേക്കും ഇവർ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് സെറ്റിൽ അയക്കണം. അപ്പോൾ അത് ബിസിനസ്സിൽ എന്തൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഗൾഫിലുള്ളത് ഇയാളുടെ മൂത്ത മോനും അതേപോലെ സഹോദരങ്ങളും, ഇയാളുടെ സഹോദരങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. മൂപ്പർ ഇവിടെ നാട്ടിൽ നല്ലൊരു സൂപ്പർ മാർക്കറ്റൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട്. അപ്പോൾ വാപ്പാനും കണ്ടുകൂടാ, ഉമ്മാനും കണ്ടുകൂടാ. വേറെ ആരോടും പ്രയാസങ്ങളൊന്നും ഈ പെൺകുട്ടിക്കില്ല. വല്യമ്മ വന്നിട്ട് കുറേ കരഞ്ഞ് ദുആ ചെയ്ത് നോക്കി. ഇത്തരമൊരു വിചിത്രമായൊരു സ്വഭാവം എങ്ങനെയാണ് ഈ റുഷ്ദാന്ന് പേരുള്ള ഈ മോൾക്ക് വന്നത് എന്നുള്ളതാണ് ഇവർക്ക് മനസ്സിലാവാതെ പോയത്. അങ്ങനെ പലരും ഉപദേശിച്ചു, പൊന്നു മോനെ മൊയിലിയമാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് അതൊന്നും ഇപ്പോഴൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, വല്ല ന്യൂറോളജിസ്റ്റിനെ കൊണ്ടുപോയി കുട്ടിക്ക് വല്ല ഞരമ്പിൻ്റെ വല്ല പ്രശ്നമുണ്ടോ എന്ന് അറിയണേ. അങ്ങനെ ഇയാളൊരു ന്യൂറോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ചു. മൂപ്പര് വലിയ മരുന്നൊക്കെ കൊടുത്ത് കുട്ടി അങ്ങനെ മയങ്ങിക്കിടക്കും. അപ്പോൾ പ്രശ്നങ്ങളില്ല. ആ മരുന്ന് കൊടുക്കുന്ന സമയത്ത് കുട്ടിക്കൊരു അർദ്ധമയക്കത്തിലാണ്. അപ്പോൾ ഖുർആൻ ഓതുന്നത് കാണുമ്പോഴൊന്നും പ്രശ്നങ്ങളില്ല. ഇത് മാറിക്കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ പല കൗൺസിലിങ്ങിന് കൊണ്ടോ ഇതൊന്നും ഇവരെ കൊണ്ട് നേരാവണില്ല. ഒടുവിൽ ഇവർ ഉറപ്പിച്ചത് എന്തോ മാനസികമായ പ്രശ്നങ്ങളുണ്ട്, ആരോ കൂടോത്രം ചെയ്തതാണ്. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവർക്ക് സംശയം ബിസിനസ് പരമായുള്ള കൂടോത്രം എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണല്ലോ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് പിന്നെ ബിസിനസ്സിൽ കൂടോത്രം. അങ്ങനെ ഇവരൊരു പണിക്കന്മാരെടുത്ത് പോയിട്ട് പണിക്കന്മാർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ശരിക്കും നിങ്ങളുടെ ബിസിനസ് ശത്രുക്കൾ ചെയ്ത അകത്തുനിന്നുള്ള ആളുകൾ തന്നെയാണ്, പുറത്തുള്ളവരെന്നല്ല. അപ്പോൾ ഇയാൾക്ക് കാര്യങ്ങൾ ഉറപ്പായി. ഇവരുടെ ബിസിനസ് സംബന്ധമായിട്ട് സഹോദരങ്ങളൊക്കെ ആയിട്ട് പല ഇഷ്യൂസുകളൊക്കെ സ്വാഭാവികമായിട്ടുണ്ട്. അതേപോലെ ബിസിനസ് പാർട്ട്നേഴ്സായിട്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരാരെങ്കിലും ചെയ്തതാണോ നോക്കുമ്പോൾ ഇതൊന്നും അല്ല ശരിക്കുള്ള പ്രശ്നങ്ങൾ. ഇതിനൊക്കെ പരിഹാരങ്ങൾ ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ട് ഇതിനൊക്കെ പല പരിഹാരങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ചെയ്യുന്നതൊന്നും ഫലവത്താവുന്നില്ല. ഈ പെൺകുട്ടിയുടെ കഴിഞ്ഞ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷയ്ക്കുള്ള സമയാവാറായി. ഇത് ഈ രീതിയിൽ പോയാൽ പെൺകുട്ടിയുടെ ഭാവി അപകടത്തിലാവും. അങ്ങനെയാണ് ഇവരൊരു നാട്ടിലൊരു കൗൺസിലിങ്ങിന് ഒരാളെ കണ്ടിട്ട് വേറൊരു ചങ്ങായിനെ ഇതുപോലെ അത്യാവശ്യം ഈ പാരാസൈക്കോളജിയൊക്കെ അറിയാവുന്ന ഒരു കൗൺസിലറുടെ അടുത്തേക്ക് ഇവർക്ക് ഒരു വിവരം കിട്ടിയിട്ട് ആ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി. അദ്ദേഹം ഈ പെൺകുട്ടിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പെൺകുട്ടിക്ക് ഖുർആനോട് എന്തെങ്കിലും വിരോധമൊന്നുമില്ല. പക്ഷേ ഈ പെൺകുട്ടിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അതെന്താ ചെയ്യുന്നത് എന്നുള്ളത്. അതായത് പെൺകുട്ടി ദേഷ്യം പിടിക്കുമ്പോൾ ഖുർആൻ വലിച്ചു കയറുന്നതും അല്ലെങ്കിൽ ഖുർആൻ കത്തിക്കുന്നതൊന്നും പെൺകുട്ടിയുടെ ബോധമണ്ഡലത്തിലില്ല. നല്ലപോലെ ചോദിച്ചാൽ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യൂല, ഖുർആൻ എന്നുള്ള അള്ളാഹുവിൻ്റെ ഗ്രന്ഥമല്ലേ, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ വളരെ ഭക്തി ബഹുമാനത്തോടെ സംസാരിക്കാം. അപ്പോൾ ഈ കൗൺസിലർ പറഞ്ഞ് നമുക്കൊരു സമയം എടുക്കണം, ഇനി ഇവിടെ ദേഷ്യം പിടിക്കുന്ന രീതിയിലുള്ള ഖുർആൻ ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് ഇവിടെ കൊടുന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സിറ്റിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ ഉമ്മ ഖുർആൻ വന്ന സമയത്ത് ഇപ്പോൾ വീണ്ടും വയലൻ്റായി. വീണ്ടും ഉമ്മയുടെ കയ്യിൽ നിന്ന് ഖുർആൻ വാങ്ങുന്നത്
ഖുർആൻ വാങ്ങിയിട്ട് ഇവൾ നിലത്തെറിഞ്ഞ് ഇനി ബാക്കി പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഖുർആൻ്റെ പേജുകളൊക്കെ വലിച്ചു കയറി. അത് ആ സമയത്ത് വീട്ടിലെ സെർവൻറ്റിനോട് പറഞ്ഞിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ വീട്ടിൽ അടുക്കളപ്പണിക്ക് നിൽക്കുന്ന പെണ്ണ് ഇതൊക്കെ ഇവളറിയാം, അത് ഷൂട്ട് ചെയ്തു. ഇവൾ ആ സമയത്തുള്ള മുഖഭാവം കണ്ടാൽ ശരിക്കും ഒരു ജിന്ന് കയറിയപ്പോൾ തന്നെ ആകെ ഒരു നാഗവല്യ സ്റ്റൈലാണ് ഇവളുടെ മുഖഭാവമൊക്കെ മാറിയത്. അങ്ങനെ ഉമ്മ നല്ല അടിയണ്ട് കൊടുത്തേക്ക് ഇവൾ വീണ്ടും ബോധം, അതായത് പ്രതികരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇവൾ ബോധം കെട്ട് വീഴും. അതാണ് ഇവളൊരു സ്റ്റൈൽ. അങ്ങനെ ഈ വീഡിയോ ആയിട്ട് പിന്നെ വീണ്ടും ഈ കുട്ടിനായിട്ട് കൊണ്ടുവന്നു. ഇതാ വീണ്ടും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. വീഡിയോ അങ്ങനെ മൂപ്പര് വീഡിയോ ഒക്കെ നോക്കി. അപ്പോൾ ഇത് ബോധപൂർവ്വമല്ല, മനഃപൂർവ്വം ചെയ്യുന്നൊരു കേസല്ല. എന്തോ മാനസികമായിട്ട് നില തെറ്റണ സമയത്താണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു പക്ഷേ ഇത് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ അനുഭവിക്കാത്തൊരു അനുഭവം കേൾക്കുമ്പോൾ ഇതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല, ഇതൊക്കെ കെട്ടിച്ചമച്ച അങ്ങനെ നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇതൊക്കെ ഉള്ള സംഗതികൾ തന്നെയാണ്. ഇയാൾ ഇതൊക്കെ നോക്കിയിട്ട് ഈ മോളെ വിളിച്ചിട്ട് മോളോട് സംസാരിക്കും. മോൾ പറഞ്ഞു മോൾക്ക് ഒരു പ്രശ്നവുമില്ല, മോളുടെ ഉപബോധ മനസ്സിൽ എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട്, ബോധ മനസ്സിന് യാതൊരു പ്രശ്നമില്ല, ഉമ്മാനോട് സ്നേഹമുണ്ട്, വാപ്പാനോട് സ്നേഹമുണ്ട്, മോൾ നന്നായിട്ട് സത്യങ്ങളൊക്കെ പറയും. മോളുടെ ഉള്ളിൽ വാപ്പാനക്കും ഉമ്മാനോട് എന്തോ ഒരു വിരോധം ഉണ്ടല്ലോ. അപ്പോൾ ഈ മോള് പറഞ്ഞു ഏക്കിൻ്റെ ഉപ്പാനിമാനി ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ കാക്കാൻ ഇഷ്ടമാണ്, വീട്ടിലുള്ള വേലക്കാരി അടക്കം ഇഷ്ടമാണ്. അങ്ങനെ ഇവൾക്ക് എല്ലാവരും ഇഷ്ടമാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഈ വേലക്കാരിയാണ്. അതായത് ഗൾഫിലുണ്ടാകുമ്പോഴും വീട്ടിൽ ഈ സെർവൻ്റ് തന്നെയാണ് കാര്യങ്ങൾ നോക്കുക. എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ അതൊക്കെ ചെയ്യുന്നത് ഈ വേലക്കാരി. ഒരു പക്ഷേ ഉമ്മാനേക്കാളും സ്നേഹം ആരോടാണ്? ആ സെർവൻ്റായ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മയോടാണ് സ്നേഹം ശരിക്കും കൂടുതൽ. അങ്ങനെ നന്നായിട്ട് ഇവർ തമ്മിലൊരു റാപ്പോ ബിൽഡ് ചെയ്തു. അതായത് ഭയങ്കരമായിട്ട് ഈ കൗൺസിലറും ഈ ഒരു പെൺകുട്ടിയും തമ്മിൽ നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം പറഞ്ഞു ആയിക്കോട്ടെ മോൾ തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു. ആ ഒരാഴ്ചക്കിടയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഖുർആൻ ഓതുമ്പോൾ കാണുമ്പോഴൊന്നും പ്രശ്നങ്ങളില്ല. പക്ഷേ ഇവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ഈ സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന ഒരു പ്രകൃതിയിലേക്ക് വരുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കൊണ്ടുവന്നിട്ട് പറഞ്ഞു മോളെ എന്താണോ ഉമ്മയുടെ അവസ്ഥ എന്താണ്, ഉമ്മാനെ മോൾക്ക് എത്ര ഇഷ്ടമുണ്ട്, മോൾക്ക് ഉമ്മാനെയാണോ അതോ വീട്ടിലെ ആ ഒരു വേലക്കാരി സെർവൻ്റ് ആയാണോ കൂടുതൽ ഇഷ്ടം? അവൾ പറഞ്ഞു എനിക്ക് രണ്ടാളും ഇഷ്ടമാണ്. കാരണം എനിക്ക് ചെറുപ്പത്തിൽ എന്നെ എല്ലാം നോക്കിയിരുന്നതും ഗൾഫിലാവുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതൊക്കെ അവരാണ്. അപ്പോൾ ഈ കൗൺസിലർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ ഉമ്മ എന്ന നിലക്ക് ചെയ്യേണ്ടുന്ന ഒരുപാട് കടമകൾ ചെയ്യാതെ അതൊക്കെ സെർവന്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നൊരു ബോധം മാർക്ക് മനസ്സിലാവാൻ തുടങ്ങി കൗൺസിലർക്ക്. അങ്ങനെ മകളോട് സംസാരിക്കുമ്പോഴാണ് ഈ ഉമ്മയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയുന്നത്. ഒരു മകളെന്ന നിലക്ക്, കൗമാരത്തിലെത്തിയ ഒരു മകളെന്ന നിലക്ക് പലപ്പോഴും ഈ മകൾക്ക് നല്ലൊരു സപ്പോർട്ടിങ് ഉമ്മയുടെ ഭാഗത്തുനിന്നില്ല. ഉമ്മയുടെ ലോകത്താണ്. കാരണം ഇവരെ ബിസിനസ്, ഈ പെൺകുട്ടി ജനിച്ച ആ സമയത്തൊക്കെ ഇവൾ ബിസിനസ്സിൽ പരമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമായിരുന്നു, ഗൾഫിലാവുന്ന സമയം. അന്ന് മുഴുവനും വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഈ ഉമ്മ അതുവരെ അടിച്ച് പൊളിച്ച് ഗൾഫിലൊക്കെ നല്ല അടിച്ച് പൊളിച്ച് കഴിഞ്ഞിരുന്ന ഈ ടീം പിന്നീട് അതുകണ്ട് ഉൾവലിഞ്ഞു. ഇവർ ഭയങ്കര ഭക്തയായി. ഷമാരിബിനൊക്കെ ഭയങ്കര ഖുർആനോത്ത്, ഈ നാര്യസ്വലാത്ത്, ഇങ്ങനെ ഇത് ചൊല്ലൽ മാത്രമായിട്ട് ഭക്തിയിൽ ഇങ്ങനെ കൂടിയിട്ട് ഈ മകളെന്ന നിലക്ക് മകളോട് കാണിക്കേണ്ട, അവൾ സംസാരിക്കാനോ അവരെ കേൾക്കാനോ ഒന്നും തയ്യാറല്ല. അതിനൊന്നും സമയമില്ല. ഇത് ഇവരുടെ കാര്യം, പടച്ചോനെ ഇവർ ഈ രീതിയിലേക്ക് തന്നെ പോയി. ഒരു ഉമ്മ എന്ന നിലക്കുള്ള കർത്തവ്യങ്ങളൊക്കെ ഇവർ പലപ്പോഴായിട്ട് നിർവഹിക്കാതെ പോന്നു. ഈ പെൺകുട്ടിയാണെങ്കിൽ വളരെ നേരത്തെ പിരീഡായൊരു പെൺകുട്ടിയാണ്. കൗമാരക്കാരിയായിട്ട് മകൾ വളരുമ്പോൾ എല്ലാം നോക്കുന്നത് ഈ ആയാണ്, ഈ സെർവൻ്റ് ആയ സ്ത്രീ. ഒരു നല്ല സ്നേഹമൊക്കെ തന്നെയാണ്. പക്ഷേ ഇവൾക്ക് ഇങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങി, എൻ്റെ ഉമ്മ എന്താണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കാത്തത്? ഉമ്മയല്ലേ എന്നെ സ്നേഹിക്കേണ്ടത്? എൻ്റെ സ്കൂളിലെ വിശേഷങ്ങൾ പോലും ഉമ്മ ചോദിക്കുന്നില്ല. എന്തുണ്ടെങ്കിലും ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലും കമൻ്റ് അടിച്ചാൽ പോലും അതൊക്കെ പറയില്ല ആരോടാണ്? ആയോടാണ്. ഇവരൊരു അകന്ന കുടുംബത്തിൽപ്പെട്ടൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ വേറെ പ്രയാസങ്ങളൊന്നുമില്ല, അവരോട് പറയുന്നു എന്നുള്ളതുകൊണ്ട് അത്രയും നന്നായിട്ട് അവർ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവളുടെ ഉള്ളിൽ ഉമ്മാനോടുള്ള ഒരു വിരോധം, അതായത് തന്നെ ഉമ്മ പരിഗണിക്കുന്നില്ല, തന്നെ ഉമ്മ അവോയ്ഡ് ചെയ്യാണ്, ഒരു സ്നേഹം എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഈ ദേഷ്യത്തിൻ്റെയൊക്കെ കാരണം ഈ ഖുർആനോത്തും മറ്റുമാണെന്നുള്ളൊരു ഉപബോധ മനസ്സിൽ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ അങ്ങനെ അടഞ്ഞുകൂടിക്കാൻ ഇതിങ്ങനെ വളർന്ന് സൈക്കോസ് അവസ്ഥയിലേക്ക് ഈ പെൺകുട്ടിയുടെ മാറി. അതേപോലെ ഉപ്പയാണെങ്കിൽ ഭയങ്കര ബിസിനസ്മാനാണ്, ഭയങ്കര തിരക്കാണ്. മകൾക്ക് എന്ത് വേണമെങ്കിലും ആ മനുഷ്യൻ മേടിച്ചു കൊടുക്കും. അങ്ങനെ വാപ്പ ഫുള്ള് ബിസിനസ്സായിട്ട് ഭയങ്കര ബിസി, ഉമ്മയാണെങ്കിൽ ഫുള്ള് ഖുർആനോത്തും നോമ്പൊക്കെ ആയിട്ട് ഉമ്മയുടെ ഭക്തിയുടെ ബിസിയിലായപ്പോൾ ഈ രണ്ട് പേരോടും ഇവർ രണ്ടും തന്നെ പരിഗണിക്കുന്നില്ല, തന്നെ കേൾക്കുന്നില്ല. പിന്നെ ഇവൾ പഠിക്കുന്ന സ്കൂളാണെങ്കിൽ ഇവൾക്ക് അങ്ങനെ മോശം കണക്ഷൻസ് ഒന്നുമില്ല, ഏതെങ്കിലും ആൺകുട്ടികളുമായിട്ട് അങ്ങനെ റിലേഷൻഷിപ്പോ അത്തരം സ്വഭാവങ്ങളൊന്നും ഇവൾക്കില്ല. ഇവൾക്കെല്ലാം ഈ ഒരു വേലക്കാരിയായ അല്ലെങ്കിൽ ആയ ആ ഒരു ഉമ്മയാണ്. പക്ഷെ അവൾക്ക് നല്ല തിരിച്ചറിവുണ്ട്, ഇവരല്ല തന്നെ സ്നേഹിക്കേണ്ടത്, ഇവരല്ല തന്നെ കെയർ ചെയ്യേണ്ടത്, ഇവരല്ല തന്നെ പരിഗണിക്കേണ്ടത്, തൻ്റെ ഉമ്മയും ഉപ്പയുമാണ്. അങ്ങനെ വർഷങ്ങളായിട്ട് കൗമാരക്കാലം വളർന്നു തുടങ്ങുന്ന സമയത്തെ തന്നെ ഇവർ അവഗണിക്കുന്ന തോന്നലിൽ നിന്ന് വന്നൊരു നിരാശ പിന്നീട് ഒരു ദേഷ്യം രൂപത്തിലേക്ക് മാറി. ഈ രണ്ടാൾക്കാരോടും ഇവൾക്ക് നന്നായിട്ട് ദേഷ്യത്തോടെ പ്രതികരിക്കണമെന്നുണ്ട്. പക്ഷേ ഉപ്പ ഭയങ്കര റെസ്പെക്റ്റഡ് ആയൊരു മാനാണ്, ഉമ്മ
അത്രയും സ്നേഹസമ്പന്നയാണ്. പക്ഷേ ഇവൾക്കത് പറ്റുന്നില്ല. ഈ ഒരു മാനസികാവസ്ഥ പിന്നീട് സൈക്കോസിസ് അവസ്ഥയിലേക്ക് വന്നതാണ് ഈ ഖുർആനോടും വീട്ടിൽ വാപ്പാടെ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന വിലപിടിച്ച വസ്തുക്കളോടൊക്കെയുള്ള ഒരു വിരോധമായിട്ട് മാറാൻ കാരണം എന്ന് ഈ കൗൺസിലർക്ക് കൃത്യമായിട്ട് ബോധ്യമായി. ഇനി അതിൻ്റെ പരിഹാരമാണ് വേണ്ടത്. അങ്ങനെ പേടിക്കാനൊന്നുമില്ല, ഒക്കെ ശരിയാവും. മോൾക്ക് ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോഴാണ് അവൾ ചെയ്യുന്നതിൻ്റെ ഗൗരവം അവൾക്ക് മനസ്സിലായത്. പഠിച്ചോനെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, ഇത് ചെയ്തുകൊണ്ട് പിന്നെ ഈ ബോധം അങ്ങോട്ട് പോയതിന് ശേഷം പിന്നെ അവൾ ചെയ്തത് എന്താണെന്നുള്ളൊരു നല്ല ഓർമ്മയിൽ അവൾക്കില്ല. ഇതൊക്കെ കാണുമ്പോൾ അവളുടെ മനസ്സിലിങ്ങനെ ആ പഴയ ആ ദേഷ്യത്തിലേക്ക് കൊണ്ട് വരാൻ തുടങ്ങി. ഉമ്മാനോട് ഉള്ള ദേഷ്യം വീണ്ടും അവളുടെ മുഖത്ത് പ്രകടാവാൻ തുടങ്ങി. അവളുടെ മുഖഭാവങ്ങളൊക്കെ മാറാൻ തുടങ്ങി. ഇതെല്ലാവരും കരുതിയിരിക്കണേ ഏതൊരു കാഫിർ ജിന്നെ കരുതിക്കണേ, ഇതൊരു ഗന്ധർവനോ കാഫിർ ജിന്നൊന്നുമല്ല, ഈ സംഭവം ഇതാണ്. അങ്ങനെ ഇയാൾ വാപ്പാരിമാർ റൂമിട്ട് അങ്ങോട്ട് തെറി പറഞ്ഞു, നിങ്ങളൊക്കെ താന്തിയും തള്ളിയാണോ നിങ്ങൾ മക്കളുണ്ടാക്കിയിട്ട് നോക്കാതെ അതാണ് ഇതാണ്. അതായത് ഈ പെൺകുട്ടിക്ക് പറയാനുള്ള എന്താ പറയുക പ്രതികരണങ്ങൾ മുഴുവനും ഈ മനുഷ്യൻ അങ്ങോട്ട് പറഞ്ഞ് പറ്റുന്ന തെറികളും പറഞ്ഞിട്ട് അതൊരു തെറാപ്പിയാണ്. അങ്ങനെ ആരും യൂസ് ചെയ്യില്ല. നല്ല തെറിയാണ് പറഞ്ഞ് മേലാക്ക് നിങ്ങൾ ഇങ്ങനെയാണോ മക്കളെ വളർത്തുക, നിങ്ങളൊക്കെ തന്തയാണോ തള്ളണോ ഇതാണല്ലോ നിങ്ങൾക്ക്, വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെച്ചാൽ പോരെ. ഈ മോളെങ്ങനെയൊക്കെ മോളെ സൈഡ് നിന്നിട്ട് ഈ വാപ്പാനും ഉമ്മാനും നന്നായിട്ടാണ് ചീത്ത അറിഞ്ഞു നല്ല തെറിയും പറഞ്ഞു. മകളിങ്ങനെ ഇത് കേട്ടിട്ട് ഇവിടെ വീണ്ടും ബോധം കെട്ട് വീണപ്പോൾ വാപ്പിമ്മി ഓശപ്പോൾ എടുക്കണ്ട അവിടെ കിടക്കട്ടെ എന്ന് പറയും. എന്നിട്ട് വാപ്പാടും മാടും പറഞ്ഞു, നിങ്ങൾ ചെയ്ത ഇതിൻ്റെ ദുരന്തം കൃത്യമായിട്ട് കാര്യങ്ങളുണ്ട് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ആ വാപ്പി ഇമ്മി ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള പിഴവ് കൊണ്ടാണോ ഞങ്ങളുടെ മോള് ഈ രീതിയിലായത്, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ആ രീതിയിലേക്ക് മകളുടെ മനസ്സങ്ങനെ മാറി. മകളുടെ മുഖത്ത് വെള്ളമൊക്കെ തെളിച്ച് പോന്നിട്ട് പറഞ്ഞു, അപ്പോൾ മോൾക്ക് ഭയങ്കര ഇടങ്ങറ്. അവൾ ആഗ്രഹിച്ച അവൾ ഉള്ളിൽ വാപ്പാനും ഇമ്മാനും വിളിച്ച തെറിയൊക്കെ ഇയാളെ കൊണ്ട് ഇയാൾ വിളിച്ചിക്കണ്. പറഞ്ഞു ഇഞ്ഞിൻ്റെ ഉമ്മാനിപ്പം അതിനൊന്നും പറയണ്ട, എൻ്റെ ഉമ്മ ഇപ്പം പാവാണ്. അവളുടെ മനസ്സിൽ നിന്ന് ആ സൈക്കോസിസ് അവസ്ഥ പതുക്കെ പമ്പ കിടക്കുകയാണ്. അതായത് തൻ്റെ ഉള്ളിൽ താൻ തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഉപ്പാടും ദേഷ്യമുള്ളൊരു റുഷ്ദുണ്ട്. ആ റുഷ്ദയാണ് ആരിലൂടെ പ്രകടമായത്, ഈ കൗൺസിലറിലൂടെ പ്രകടമായത്. അവർക്ക് പാരാസൈക്കോളജിയൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്തപ്പോൾ അവളുടെ ഉള്ളിലുള്ള ആ പ്രശ്നങ്ങൾ പതുക്കെ അവസാനിച്ചപ്പോൾ ഉമ്മാനോട് ഉപ്പാനും ഭയങ്കര സ്നേഹമുള്ളൊരു പെൺകുട്ടിയായി. അപ്പോൾ നമ്മുടെ കുടുംബത്തൊക്കെ നമ്മളുടെ രീതികൾ, നമ്മുടെ മക്കളെ വളർത്തുന്ന രീതികൾ കുട്ടികൾക്ക് അത് എത്രത്തിൽ സ്വാധീനിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഒരു രക്ഷിതാവ് അറിയണം. ഞാൻ മക്കളോടുള്ള സ്നേഹം എന്നുള്ളത് പ്രകടിപ്പിക്കുക വേണം, അത് കാണുക വേണം. അല്ലാണ്ട് ഉള്ളിൽ കുറേ സ്നേഹം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. ഈ അനുഭവം ഞാൻ പങ്കുവച്ചത് നമ്മുടെ മക്കളോട് നല്ല സ്നേഹത്തിൽ പെരുമാറാനും അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്.